സാധാരണ ഇങ്ങനത്തെ മറ്റേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒക്കെ മോഡൽസ് വരാറുണ്ട്. പക്ഷേ ഇത് അതല്ല സംഭവം, ഇത് ഒറിജിനൽ ഗോൾഡ് ആണ് കേട്ടോ. അത് ജുബിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. ആൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ആളെ ഡീറ്റെയിൽസ് പറയരുതെന്ന്. നമ്മൾ ജീവോ ഫോട്ടോ അയച്ചോ? പപ്പ ബാങ്ക് കൊടുത്തിട്ടില്ല. ജീവ ഗൈസ്, നോമ്പറക്കാൻ വന്ന കണ്ട് ബാങ്ക് കൊടുക്കാതെ ഒരാളെ ജ്യൂസ് കുടിക്കുന്നുണ്ട് കേട്ടോ. അത് ശരിയാണ് ശിവായി കാട്ടിയത്. ആ സീറ്റ് എന്തായാലും ഭയങ്കര ഇഷ്ടമായിക്കണ്. നോ, നമ്മള് എന്നോ എവിടെ നറുക്കെടുപ്പിന് കാരഫസിൽ നറുക്കെടുപ്പിൽ ഇട്ടിക്കണം. അത് നമുക്ക് കിട്ടിയാലോ? അപ്പൊ ഈ ചെയറാണ് ഗിഫ്റ്റ്. അതൊന്നും അറിയണ്ട, എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടിയാൽ മതി. വേസ്റ്റ് ആക്കാൻ പാടില്ല പൈസ. ടേബിൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇതിപ്പോ നമ്മളെ നോമ്പറ്റ് ഓളെ നോമ്പറ്റ്. പപ്പ റെഡി എപ്പ വരും? എന്തൊരു മാന്യം റബ്ബേ. ആ ഫുഡും ഫ്രൂട്ട്സ് ഒക്കെ പോയത് എടുക്കാൻ തന്നെ അറിയില്ല. പക്ഷെ എല്ലാവർക്കും ഷെയർ ചെയ്തു, എല്ലാവർക്കും ഡിവൈഡ് ചെയ്തു. ഒന്നുമില്ല, പപ്പക്കറിയാം വലുത് വരാനുണ്ട്. അതെ, അതും ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് ആ ബീഫ് ചുട്ടതൊക്കെ. മിണ്ടുന്നില്ല, റെസ്പോൺസ് ഇല്ല. വീഡിയോ ഓഫായി. അപ്പ ഓഫായി ഇനി പറഞ്ഞോളി. എന്ത് പറ്റി? ഫുഡ് വന്നപ്പോ ശിവന്റെ കൺട്രോൾ പോയി. അവിടെ നിന്ന് നീച്ചുട്ടാ. ഇരിക്കും ശിവ അവിടെ, ഇരിക്കും ശിവ അവിടെ, ഇരിക്കട്ടെ അവിടെ. അല്ല, ഈ ഡയറ്റിലല്ലേ? അജ് വീഡിയോ കാണൂട്ടോ. അജുവിനോട് ഡയറ്റിംഗ് ആണെന്നല്ലേ പറഞ്ഞേ? അളിയൻ ഞങ്ങളെ ചതിച്ചതാണ്. അളിയൻ വരാന്ന് പറഞ്ഞിട്ട് മുങ്ങി എന്ന് പറഞ്ഞാ മതി. എങ്ങനെയുണ്ട് പപ്പ? പിന്നെ ഡീസന്റ്. ഞാൻ ഇപ്പൊ വീഡിയോ ഓഫ് ആക്കട്ടെ. ജീവന്റെ പ്രതീക്ഷ ഒരു പ്ലേറ്റ് കൂടി കൊടുക്കണേ. ഓ, എ സിയിൽ എന്ന് വെച്ചാൽ വേർത്തുമാ. അടിപൊളി. പ്രത്യേകിച്ച് ഈ സാധനം ഫിഷ് മാംഗോ കറി ഒരു രക്ഷയില്ല. അതും ബിരിയാണി റൈസും. പപ്പ പിന്നെ അത് ആദ്യമേ ബുക്ക് ചെയ്തു. കൊടുക്കൽ നിർത്തിയൊക്കെ കൊടുത്തിട്ട് എത്ര നേരെ കൊടുക്കണോ? കുട്ടി കൊടുക്ക്. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിച്ച് മടങ്ങാണ്. ജുബിക്ക് നടക്കാൻ വയ്യ. എന്നെ വണ്ടി കൊള്ളൂലടി, ഓവർലോഡായ വണ്ടി നീങ്ങൂല. ഹലോ, എന്തേ
ഇതൊക്കെ ഇപ്പത്തെ ട്രെൻഡാണ്. വിത്തൗട്ട് ട്രൗസർ 1 ഷോട്ട്. ഞാൻ നാളെ എങ്ങനെയാണ് വരാൻ പോകുന്നത് ഇല്ല ശിവു? നാളെ പപ്പക്ക് നമുക്ക് രണ്ടാക്കും ഒപ്പം അങ്ങനെ വരാം കേട്ടോ. ഗൈസ്, നോമ്പറക്കൽ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച, മലമ്പാമ്പ് ഏരം മുണിങ്ങിയ മാതിരി കിടക്കുന്നുണ്ട്. പപ്പ കണ്ണ് തുറക്കൂല. പപ്പക്കാരെ വീഡിയോ എടുക്കണത്, അതുകൊണ്ട് കണ്ണ് തുറക്കൂല. പപ്പ കണ്ടിട്ട് ശരിക്കും ഉറങ്ങാൻ തോന്നുന്നു. ചിലപ്പോൾ ഓഫാക്കി എണീക്കും. പപ്പ ചവിട്ട് ഞാനതിൻ്റെ. സോ ഗൈസ്, നമ്മൾ നോമ്പറക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. ഷോപ്പിലേക്ക് എത്തി. ഇപ്പം അതെങ്ങനെ ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കോഡ് സെറ്റാണ് കേട്ടോ. ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയണമെങ്കിൽ നമ്മളെ ഷോർട്സ് ഒന്ന് ചെക്കൗട്ട് ചെയ്തോളൂ. എല്ലാ ദിവസവും ഇനി അങ്ങോട്ട് പെരുന്നാളെന്നില്ല, കാലാകാലത്തിന് നമ്മളെ ഷോർട്സിലായിരിക്കും ഈ ഡ്രസ്സിൻ്റെ എല്ലാ അപ്ഡേറ്റ്സ് നമ്മൾ കൊടുക്കുക. അതിൽ സൈസ്, പ്രൈസ്, മെറ്റീരിയൽ ഡീറ്റെയിൽസ് എല്ലാം അതിൽ പറയും കേട്ടോ. സോ നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. 7994102175 എന്നുള്ള നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ജുബിയുടെ കഴുത്തിൽ കിടക്കുന്ന മാലിനെ കുറിച്ചിട്ട്. അതൊന്ന് കാണിച്ചേ. ദിസ് വൺ. ഓക്കെ, ആൻഡ് കയ്യിൽ കിടക്കുന്ന സെയിം പാറ്റേണിലുള്ള ഈ ഒരു സാധനം, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മോതിരം ആൻഡ് സ്റ്റഡ്. ഇത് എല്ലാം കൂടി ഒരു സെറ്റായിട്ട് ഗോൾഡാണ്. അതായത് സാധാരണ ഇങ്ങനത്തെ മറ്റേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒക്കെ മോഡൽസ് വരാറുണ്ട്, പക്ഷേ അതല്ല സംഭവം. ഇത് ഒറിജിനൽ ഗോൾഡാണ് കേട്ടോ. അത് ജുബിക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. ആൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ആളെ ഡീറ്റെയിൽസ് പറയരുതെന്ന്. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഞങ്ങളും തിരിച്ച് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഇതെന്ന് മാത്രമല്ല, നമ്മളെ ജിവൊക്കെ ജനിച്ച പാടന്നെ ജിവിന് ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുത്തതും ആ ആളാണ്. ഓക്കെ, അത്ര പറയുന്നുള്ള ആള് പറയരുത് എന്ന് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആളെ പേര് പറയാത്തത്. ഓക്കെ, ഞങ്ങളെ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഫാമിലി ഫ്രണ്ടാണ് കേട്ടോ. ഓക്കെ, ആളിവിടെ ഇല്ല, അത്ര മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, ആൾ പുറത്താണുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് ഷൂട്ടിലേക്ക് കിടക്കാം. മൈൻഡപ്പ് ചെയ്യണോ? ഇല്ല, കാര്യമായിട്ടൊന്നും ഇന്നത്തെ കണ്ടന്റിലായിട്ടില്ല. നമുക്ക് കുറച്ച് കണ്ടന്റൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഇവിടുന്ന് പോകാൻ കുറച്ച് ലേറ്റ് ആവുമല്ലോ. ഇപ്പം നേരെ മുമ്പ് 10 മണി ആവണുള്ളൂ. അപ്പോൾ ഇതാണ്ടോ, ഇത് കാസർഗോഡ് നിന്ന് വന്ന പിള്ളമാരാണ് കേട്ടോ. ഒരുത്തന്നെ റാഗ് ചെയ്യാണ് കേട്ടോ. എന്താണ് മറ്റേ പീഡന കേസിലകത്തായ മാതിരി അവനെ കാണിക്കരുത് എന്ന് പ്രത്യേക റിക്വസ്റ്റ് ചെയ്താണ്. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലും അവനെ കാണിച്ചോന്നും പറഞ്ഞിരുന്നു കേട്ടോ. സെറ്റപ്പാണ്, നല്ല അടിപൊളിയാണ്. വന്ന് അന്ന് മുടിയെട്ടാൻ പറഞ്ഞു, അടുത്ത വരെ വെട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് ഷൂട്ട് തുടങ്ങാം.